ഹലോ ഗൈസ്, പത്തരമാറ്റിൽ ഉടൻ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അനിയും അനാമികയും തമ്മിലുള്ള പ്രശ്നം ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അനാമികയാണെങ്കിലോ ഫുൾ ടൈം കാമുകൻ്റെ കൂടെ കറക്കുക. കാമുകൻ്റെ ബിസിനസ് വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അനാമിക. മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കുക എന്നൊരു ലക്ഷ്യമാണ് അനാമികക്കുള്ളത്. അനാമിക എന്ത് ചെയ്യുന്നുണ്ട്, കാമുകനെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, നമ്മുടെ ബിസിനസ് വളർത്താൻ ഒരു ഉഗ്രൻ ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോഴാണെങ്കിൽ ആദർശം നയനയും പിണക്കത്തിലാ. ഈ സന്ദർഭം മുതലെടുത്ത് നയനയെ നമ്മുടെ ജ്വല്ലറിയിലേക്ക് വരുത്തണം. അനാമികയുടെ സംസാരം കേട്ട ഉടൻ തന്നെ കാമുകൻ ചോദിക്കുന്നുണ്ട്, ആഹാ, അവൾ ഇത്ര വലിയ ഡിസൈനറാണോ? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഡിസൈനർ ആണോന്നോ? ഈ വർഷത്തെ മൂർത്തീസ് ജ്വല്ലറിയുടെ ലാഭം എന്ന് പറയുന്നത് കോടികളാ. അതൊക്കെ നേടിയെടുത്തത് നയന ഒറ്റൊരാളുടെ ഡിസൈൻ കൊണ്ടാ. എന്തൊക്കെ നയനെക്കുറിച്ച് കുറ്റം പറഞ്ഞാലും അവളുടെ ഡിസൈനിനെ കുറിച്ച് കുറ്റം പറയാൻ എനിക്കൊരിക്കലും പറ്റില്ല. ആദർശേട്ടൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല മൂർത്തീസ് ജ്വല്ലറി ഇത്രത്തോളം ഉയരങ്ങൾ കീഴടക്കിയത്. അതിൽ വലിയൊരു പങ്ക് നയനക്കുണ്ട്. നയനയ്ക്ക് ഇപ്പം ജ്വല്ലറിയിൽ ഒരു സ്ഥാനവും ആദർശം കൊടുക്കുന്നില്ല. മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് ആദർശേട്ടൻ അവളെ ഒഴിവാക്കി. ഈ അവസരം മുതലെടുത്തുകൊണ്ട് നയനെ നമ്മളെ ജ്വല്ലറിയിലേക്ക് വിളിക്കണം. ഡിസൈന് വിറ്റ് നമുക്ക് കോടികളെ ലാഭം ഉണ്ടാക്കാനേ. അവൾക്ക് കുറച്ചധികം സാലറി കൂട്ടി കൊടുത്താലും വേണ്ടില്ല. അവളെ എങ്ങനെയെങ്കിലും നമ്മളെ കമ്പനിയിൽ തന്നെ പിടിച്ചു നിർത്തണം. മൂർത്തീസ് ജ്വല്ലറിയുടെ തകർച്ച എനിക്ക് കാണണം. അനാമിക അനന്തപുരിയിൽ നിന്നുകൊണ്ട് തന്നെ മൂർത്തീസ് ജ്വല്ലറിക്കെതിരായിട്ട് നീക്കുകയാണ്. അതേസമയം അനിയാണെങ്കിൽ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് നന്ദുവിനെ കുറിച്ച് മാത്രം ആലോചിച്ച് ജീവിക്കാണ് കേട്ടോ. അനി പിന്നീടും അനാമിക അവളെ കാമുകൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നതൊക്കെ അനി കാണുന്നുണ്ട്. പക്ഷേ അതൊന്നും കണക്കിലെടുക്കുന്നില്ല. അതൊന്നും അനി മൈൻഡ് ചെയ്യുന്ന കൂടിയില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നീ എന്ത് ചെയ്യുന്നുണ്ട്, നന്ദുവിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നത് അനാമിക കണ്ടാൽ അത് വലിയ പ്രശ്നമാകും. അപ്പോൾ അനി പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കുന്നത് വലിയൊരു ആശ്വാസമാണ് നന്ദു. അത് ആര് കണ്ടാലും എനിക്കൊരു പ്രശ്നമല്ല. നന്ദു, നിനക്കറിയുമോ, അവളിപ്പോൾ ഫുൾ ടൈം അവളെ കാമുകൻ്റെ കൂടെ കറങ്ങാൻ പോവുക. അതും പോരാഞ്ഞിട്ട് എനിക്ക് അവളൊരു സ്വസ്ഥതയും തരുന്നില്ല. അവളോട് ഞാൻ പറഞ്ഞതാ 1000 തവണ എനിക്ക് ഡൈവോഴ്സ് വേണമെന്ന്. അതും അവൾ കേൾക്കാൻ തയ്യാറാകുന്നില്ല. അവൾക്ക് ഈ അനന്തപുരിയിലെ സ്വത്തുക്കളിലാണ് കണ്ണ്. അത് കിട്ടാതെ അവൾ ഇവിടുന്ന് പോകുന്നു എനിക്ക് തോന്നുന്നില്ല. നന്ദു, ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, അത് നീ എങ്കിലും കേൾക്കണം. എൻ്റെ മനസ്സിലെ സങ്കടങ്ങൾ കൊണ്ട് എഴുതിയ കവിതയാ. എന്നിട്ട് അനി നന്ദുവിന് കവിതയൊക്കെ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. ഈ സമയം അനാമിക അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അനിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഫോൺ വിളിയും മെസ്സേജും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അവൾക്ക് കവിത കൂടി ചൊല്ലിക്കൊടുക്കുന്നുണ്ടോ നീ? അപ്പോൾ അനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എടി നിനക്ക് എന്താടി വേണ്ടേ? നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. നിനക്ക് ഞാൻ എന്താന്ന് വെച്ചാൽ തരാം. ഒന്ന് ഡിവോഴ്സ് തന്ന് എന്നെ ഒന്ന് ഒഴിവാക്ക് നീ. അങ്ങനെ സ്വത്തുക്കൾ കിട്ടിയ ഞാനിവിടുന്ന് പോകുന്നു നീ വിചാരിക്കണ്ട. ഞാൻ നിന്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവും. ആ നന്ദുവിനെ കല്യാണം കഴിക്കാൻ ഞാൻ നിന്നെ ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കനകയും ഗോവിന്ദനും കൂടി നന്ദുവിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. നന്ദു അനിയും തമ്മിലുള്ള ബന്ധം അവരിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട്. കനക പറയുന്നുണ്ട്, നമ്മളെ കുടുംബത്തിൽ ചുറ്റും തീയിട്ട അവസ്ഥയാണല്ലോ. ആദർശ് മോനാണെങ്കിൽ ഇപ്പോൾ നയനയോട് ദേഷ്യം കാണിക്കുന്നു. നന്ദുവിൻ്റെ അവസ്ഥയാണെങ്കിൽ വളരെ കഷ്ടം. ഇനി എന്താ ചെയ്യുക? മാത്രമല്ല അനന്തപുരിയിലാണെങ്കിൽ നന്ദുവിൻ്റെ പേരും പറഞ്ഞ് അനിയും അനാമികയും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ട് നവ്യയും പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു തീരുമാനം നന്ദുവിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുത്തേ പറ്റൂ അമ്മേ. ഈ സമയത്ത് കനക പറയുന്നുണ്ട്, ഗോവിന്ദേട്ടാ, ഞാൻ നമ്മുടെ നന്ദുവിൻ്റെ കാര്യത്തിൽ ഒരു മാർഗം കണ്ടിട്ടുണ്ട്. അവൾ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന ഉടൻ തന്നെ ഞാൻ നടപ്പിലാക്കും എന്ന് പറയുന്നുണ്ട് കനക. തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു.